And one thing which I always recognize about the Chief Minister and his government. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പിണറായി വിജയനെ പുകഴ്ത്തുന്നുവെന്ന പേരിൽ പലരും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു എഡിറ്റഡ് വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. കേരളത്തിൽ ദേശീയപാതാ വികസനത്തിന് പിണറായിയുടെ സഹായം ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ ഈ വികസനം സാധ്യമായത് കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് BJP അനുഭാവികൾ പറയുന്നത്. അല്ലാതെ ഇടതുപക്ഷം മുൻപും കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. അന്ന് സാധിക്കാത്തത് ഇന്ന് സാധിക്കുന്നത് കേന്ദ്രത്തിലെ ഭരണമാറ്റം കൊണ്ട് മാത്രമാണല്ലോ. ഇനി ഗഡ്കരി പറഞ്ഞതിൻ്റെ പൊരുൾ നോക്കിയാൽ കേരളത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ദേശീയപാതയ്ക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സ്ഥലം ഏറ്റെടുക്കാൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം ആവശ്യമുള്ള കേരളത്തിൽ ഓരോ കിലോമീറ്റർ ഹൈവേക്കും കേന്ദ്രത്തിന് 100 കോടി രൂപ വീതം ചെലവഴിക്കേണ്ടി വരുന്നു എന്നും സംസ്ഥാന വിഹിതം തരാൻ പോലും കഴിയാത്ത നിസ്സഹായാവസ്ഥ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നോട് പറഞ്ഞുവെന്നും ഇതേ ഗഡ്കരി തന്നെ ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതുമാണ്. കേരളം പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടുണ്ടായ ഗുണം എന്താണ് എന്ന് പരിശോധിച്ചാൽ അത് സാധാരണ വികസനത്തിനും സ്ഥലമേറ്റെടുക്കലിനും സമരവും എതിർപ്പുമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിലെ വിവിധ പ്രസ്ഥാനങ്ങളെ പിണറായിക്ക് നിയന്ത്രിക്കാനായി എന്നതു മാത്രമാണ്. അതായത് ഇടതുപക്ഷം തടസ്സം നിൽക്കാതെ വെറുതെ ഇരുന്നാൽ പോലും ഈ നാട്ടിൽ വികസനം സാധ്യമാണ് എന്നതാണ് ഇതിനുള്ള സിമ്പിളായ മറുപടി. ഇനി മറ്റൊന്ന്, മലപ്പുറം കോഴിക്കോട് പോലെ മുസ്ലിം ലീഗിന് സ്വാധീനം കൂടുതലുണ്ടായിരുന്ന മേഖലകളിൽ ദേശീയപാതാ വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ ലീഗിൻ്റെ എതിർപ്പ് കാരണം UPA സർക്കാരിനും കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസിനും കഴിഞ്ഞിരുന്നില്ല. ഈ മേഖലകളിൽ 30 മീറ്റർ വീതിയിൽ മാത്രം ഹൈവേ പണിയണമെന്നും ബാക്കിയുള്ള സ്ഥലത്ത് 45 മീറ്റർ വീതി ആകാമെന്നുമായിരുന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷവും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വാദം. എന്നാൽ അത് അംഗീകരിക്കാൻ മോദി ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. കേരളം മുഴുവൻ ഹൈവേക്ക് ഒരേ വീതി വേണമെന്നും എങ്കിൽ മാത്രമേ കേന്ദ്രം പണം മുടക്കൂ എന്നതുമായിരുന്നു മോദി സർക്കാരിൻ്റെ വാദം. അതല്ല, 30 മീറ്റർ വീതിയിൽ മാത്രം പണിതാൽ മതിയെങ്കിൽ അതിനുള്ള പണം പൂർണ്ണമായും കേരളം കണ്ടെത്തണമെന്നായിരുന്നു മോദി സർക്കാർ പറഞ്ഞിരുന്നത്. അത് പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ അതിൻ്റെയും കാരണം ഇച്ഛാശക്തി അല്ല എന്നുള്ളതാണ് വസ്തുത. കാലങ്ങളായി ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് കൃത്യമായി പണം ലഭിക്കാതെ ടെൻറ്റുകളിലും വാടക വീടുകളിലും കഴിയേണ്ടി വന്നിരുന്നതും നഷ്ടപരിഹാരത്തിന് വേണ്ടി കോടതികൾ കയറി ഇറങ്ങേണ്ടി വരുന്ന ഗതികേടും കാരണമാണ് കേരളത്തിൽ പലരും ഭൂമി വിട്ടുകൊടുക്കാൻ മടി കാണിച്ചിരുന്നത്. എന്നാൽ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം കേന്ദ്രത്തിൻ്റെ പ്രധാന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന നിയമത്തിൽ മാറ്റം വരുത്തി. അന്നും ഇതേ പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായ സമരങ്ങൾ സംഘടിപ്പിച്ച് കേന്ദ്രത്തിനെ എതിർത്തിരുന്നു. അതിനെ വകവയ്ക്കാതെ നിയമനിർമ്മാണം നടത്തുകയും ഒപ്പം ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി മാർക്കറ്റ് വിലയേക്കാൾ അധികം തുക ഭൂമി പൂർണ്ണമായി വർക്കിന് ഏറ്റെടുക്കും മുമ്പ് തന്നെ അവരവരുടെ അക്കൗണ്ടിലേക്ക് നൽകിയതിൻ്റെ പേരിലുമാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ സാധ്യമായത്. മലപ്പുറം കോഴിക്കോട് മേഖല ഉൾപ്പെടെ കേരളത്തിൽ മുഴുവനും ഒരേ വീതിയിൽ ഹൈവേ പണിയാനും കഴിഞ്ഞത് കൃത്യമായി കേന്ദ്രം പണം നൽകിയതുകൊണ്ട് മാത്രമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വികസന നായകൻ എന്ന ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ SFI മുതൽ CITU വരെയുള്ള അണികൾ ചുവപ്പുകൊടി കുത്തി തടഞ്ഞില്ല എന്ന് മാത്രമല്ല, സാധാരണ തടസ്സം നിൽക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പരിസ്ഥിതിവാദികൾ തുടങ്ങി പാർട്ടി ഗ്രാമത്തിലെ വയൽക്കിളികളെ വരെ നിശബ്ദരാക്കാൻ കഴിഞ്ഞു എന്നതാണ് പിണറായി ദേശീയപാതാ വികസനത്തിൽ ചെയ്ത ഏക പങ്കാളിത്തം. നിതിൻ ഗഡ്കരി പറയുന്നത് ഇന്ന് വേദവാക്യമായി അംഗീകരിക്കുന്ന അതേ ആളുകൾ അദ്ദേഹം പറഞ്ഞ എല്ലാത്തിനെയും അംഗീകരിക്കണം. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മാത്രം കേരളത്തിൽ റോഡ്, പാലം വികസനങ്ങൾക്കായി ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് ചെലവഴിച്ചത് എന്ന് നിതിൻ ഗഡ്കരി പിണറായിയെ സാക്ഷി നിർത്തിയാണ് പറഞ്ഞത്. കേരളത്തിൽ ഇതുവരെ 818 കിലോമീറ്ററിൻ്റെ 53 പ്രോജക്റ്റുകൾ, അത് ഏതാണ്ട് 7374 കോടിയുടെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ദേശീയപാത വികസനത്തിന്റെ കണക്ക് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളായി വരുന്നത് 38 എണ്ണമാണ്. അതിന് 80,000 കോടിയാണ് ചിലവ്. അത് 1397 കിലോമീറ്റർ ദൂരം ആണുള്ളത്. ഇപ്പോൾ നടക്കുന്നത് 27 എണ്ണമാണ്. 60,000 കോടിയാണ് ചിലവ്. 849 കിലോമീറ്റർ. ഇപ്പോൾ പൂർത്തിയായത് 53 എണ്ണം. അത് 7374 കോടി ചിലവ് വരുന്നതാണ്. 818 കിലോമീറ്റർ. മൊത്തം 118 പ്രോജക്റ്റുകൾ. 1,45,651 കോടി ചിലവ് വരുന്ന 3064 കിലോമീറ്റർ ദൂരം വരുന്ന പ്രോജക്റ്റുകളാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ദേശീയപാത വികസനത്തിന്റെ കണക്കായി പറയുന്നത്. ജനുവരി 5-ന് നിതിൻ ഗഡ്കരി മുഹമ്മദ് റിയാസിന് ഒരു ഫ്ലെക്സ് വെക്കാൻ പോലും സമയം കൊടുക്കാതെ ഓൺലൈനായി 5 പദ്ധതികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പുതുതായി പ്രഖ്യാപിച്ചത് 1500 കോടി രൂപ ചെലവിട്ട് 12 പുതിയ പദ്ധതികൾ കൂടിയാണ്. ഉദ്ഘാടനം ചെയ്ത 830 കോടി രൂപയുടെ 5 പദ്ധതികളിൽ ഏറ്റവും പ്രധാനം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ മൂന്നാറിനെ കൊച്ചിയുമായി കണക്ട് ചെയ്യുന്ന വീതിയുള്ള പുതിയ റോഡാണ്. നാഷണൽ ഹൈവേ 85ൻ്റെ ഭാഗമായി കൊച്ചി മുതൽ തമിഴ്നാടിൻ്റെ അതിർത്തി നഗരമായ തൊണ്ടി വരെ നീളുന്ന 468 കിലോമീറ്റർ റോഡിൽ കേരളത്തിൽ കൂടി കടന്നുപോകുന്നത് 166 കിലോമീറ്ററാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
മൂന്നാർ ബോഡിമെട്ടു ഭാഗത്തെ 43 കിലോമീറ്റർ റോഡാണ് നിതിൻ ഗഡ്കരി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. മൂന്നാർ, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്തവർക്കറിയാം, രണ്ടു വശവും കൊക്കയുള്ള മേഖലകളിൽ റോഡ് ഭിത്തികളോ ബാരിയറോ ഇല്ലാത്ത ഒരുപാട് ഭാഗങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്തേ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്ന് പലതവണ അവിടേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നത് സന്തോഷം നൽകുന്നു. പുതുതായി നിർമ്മിച്ച ഈ 43 കിലോമീറ്റർ റോഡിന് പകരമായി നേരത്തെ ഉണ്ടായിരുന്നത് 3.5 മീറ്റർ വീതി മാത്രമുള്ള ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മറ്റൊരു റോഡായിരുന്നു. ഇന്ന് രണ്ടു വശവും ബാരിയർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് കൂടുതൽ സുരക്ഷിതമായി ഇന്ന് ആർക്ക് വേണമെങ്കിലും ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയും വിധം വീതിയുള്ള 2 വരിയാക്കിയിരിക്കുന്നു. 2017 381 കോടി രൂപയ്ക്ക് അവാർഡായ ഈ പ്രൊജക്റ്റാണ് നിതിൻ ഗഡ്കരി ഇന്നലെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. ഇത് മൂന്നാറിന് നൽകാൻ പോകുന്ന ഉണർവ് കേരളം കണ്ടു തന്നെ അറിയണം. കൂടാതെ കൊച്ചി മുതൽ തമിഴ്നാട്ടിലെ തൊണ്ടി വരെയുള്ള 468 കിലോമീറ്റർ നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാകുമ്പോൾ മൂന്നാറിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുകയും മൂന്നാറിൻ്റെ വിപണി ഉയരുകയും ചെയ്യും. ഒപ്പം മൂന്നാറിലെ പ്രാദേശികവാസികൾക്ക് അവരുടെ കാർഷിക വിപണനത്തിനും ചരക്ക് നീക്കത്തിനും ഒപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നഗരങ്ങളുമായുള്ള യാത്രാദൂരം കുറയുകയും ചെയ്യും. രണ്ടാമത്തേത്, ഇടുക്കി അണക്കെട്ടിന് താഴെ 2018 പ്രളയത്തിൽ തകർന്ന ചെറുതോണി പാലത്തിന് പകരം നിർമ്മിച്ച പുതിയ പാലമാണ്. 120 മീറ്റർ നീളമുള്ള ദേശീയപാത 185 ഈ പാലം കേന്ദ്രം നിർമ്മിച്ചത് 24 കോടി രൂപ മുടക്കിയാണ്. പ്രളയത്തിൽ കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് കേരളം ആവർത്തിച്ച് പറയുമ്പോഴും തകർന്ന റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ കേന്ദ്രമാണ് നിർമ്മിക്കുന്നത് എന്ന് പറയുമ്പോൾ പലരും അത് അംഗീകരിച്ചിരുന്നില്ല. സംശയമുള്ളവർക്ക് മുഹമ്മദ് റിയാസിൻ്റെ തന്നെ വീഡിയോ പോയി നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിന് നന്ദി പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പതിവ് പല്ലവി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് മേഖലകളിൽ കൂടി കടന്നുപോകുന്ന ദേശീയപാത 966 ഉൾപ്പെടുന്ന 47 കിലോമീറ്റർ റോഡിൻ്റെ 300 കോടി രൂപ മുടക്കിയുള്ള പാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയാണ്. നാലാമത്, നീലേശ്വരം റെയിൽ ഓവർബ്രിഡ്ജാണ്. ഈ 6 വരി ഓവർബ്രിഡ്ജിനു വേണ്ടി കേന്ദ്രം ചെലവാക്കിയത് 84 കോടി രൂപ. പിന്നീട് 820 മീറ്റർ നീളമുള്ള ചാലക്കുടി 4 വരി അണ്ടർപാസും. അതുകൂടാതെ ഇന്നലെ 642 കോടി രൂപയുടെ പുതിയ 7 പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിട്ടു പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ഇഞ്ചക്കൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 62 കോടി രൂപ മുടക്കി 1.2 കിലോമീറ്റർ നീളമുള്ള ഇഞ്ചക്കൽ ഫ്ലൈ ഓവർ, 10.2 കോടി രൂപ മുടക്കി 110 മീറ്റർ നീളമുള്ള തിരുവല്ലം ഓവർബ്രിഡ്ജ്, 41 കോടി രൂപ മുടക്കി 740 മീറ്റർ നീളമുള്ള ആനയറയിലെ വെഹിക്കിൾ അണ്ടർപാസ്, 2.7 കോടി രൂപ മുടക്കി മറ്റൊരു വെഹിക്കിൾ ഓവർപാസും. കൂടാതെ വാളയാർ വടക്കാഞ്ചേരി ദേശീയപാതയിൽ 3.7 കിലോമീറ്റർ നീളം വരുന്ന 2 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസുകൾക്ക് 167 കോടി രൂപ. തൃശ്ശൂർ വടക്കാഞ്ചേരി റോഡിൽ 3.8 കിലോമീറ്റർ വരുന്ന മറ്റൊരു വെഹിക്കിൾ അണ്ടർപാസും 3 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസിനുമായി 165 കോടി രൂപ. തൃശ്ശൂർ അങ്കമാലി ഇടപ്പള്ളി റോഡിൽ 4.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള 5 അണ്ടർപാസുകൾക്ക് 194 കോടി രൂപ. ഈ പദ്ധതികൾക്കാണ് അദ്ദേഹം ഇന്നലെ ശിലാസ്ഥാപനം നടത്തിയത്. ഈ അണ്ടർപാസുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് ദേശീയപാതകളിൽ ആക്സിഡൻ്റ് നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അവ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി പ്രകാരം പണം അനുവദിച്ച് നിർമ്മിച്ചതാണ്.